നമസ്കാരം. 2026-ലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിന്റെ വിശദമായ വിശകലനത്തിലേക്ക് സ്വാഗതം. പാലക്കാട് എന്നത് കേവലമൊരു മണ്ഡലമല്ല, മറിച്ച് കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി ഗതിവിഗതികൾ നിർണയിക്കുന്ന ഒരു നിർണായക പോർക്കളമാണ്. ഇവിടെ UDF, LDF, NDA എന്നീ മൂന്ന് മുന്നണികളും തമ്മിലുള്ള ശക്തമായ ത്രികോണ മത്സരമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ അവതരണത്തിലൂടെ നമ്മൾ പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രം, ജനസംഖ്യാശാസ്ത്രം, സ്ഥാനാർത്ഥികൾ, പ്രധാന വിഷയങ്ങൾ, വോട്ടിംഗ് രീതികൾ, ഒപ്പം വിജയസാധ്യതകൾ എന്നിവ വിശദമായി പരിശോധിക്കും. പാലക്കാടിന്റെ ജനസംഖ്യാശാസ്ത്രം വളരെ സവിശേഷമാണ്. മൊത്തം 1,94,706 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. ഇതിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം പുരുഷന്മാരേക്കാൾ കൂടുതലാണ്. ഇത് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ നിർണായകമായി സ്വാധീനിക്കുന്നു. മതപരമായ കണക്കുകൾ പരിശോധിച്ചാൽ 68.3% വരുന്ന ഹിന്ദു വിഭാഗമാണ് ഭൂരിപക്ഷം. എന്നാൽ 28.9% വരുന്ന മുസ്ലിം വിഭാഗവും 2.7% വരുന്ന ക്രിസ്ത്യൻ വിഭാഗവും തിരഞ്ഞെടുപ്പ് വിജയത്തിൽ അതിപ്രധാനമായ പങ്ക് വഹിക്കുന്നു. നഗര, ഗ്രാമീണ മേഖലകൾ ഉൾപ്പെടുന്ന ഈ മണ്ഡലത്തിൽ ജാതിമത സമവാക്യങ്ങൾ ഓരോ തിരഞ്ഞെടുപ്പിലും മാറിമറിയാറുണ്ട്. ഈ ജനസംഖ്യാ ഘടന തന്നെ ഓരോ പാർട്ടിയുടെയും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ നിർണയിക്കുന്നു. 2011 മുതൽ 2024 വരെയുള്ള തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ പാലക്കാട് UDFന്റെ ശക്തമായ കോട്ടയാണെന്ന് കാണാം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ തുടർച്ചയായി 3 തവണ ഇവിടെ നിന്ന് വിജയിച്ചു. 2011-ൽ 6.59% ഭൂരിപക്ഷം, 2016-ൽ 12.69% ഭൂരിപക്ഷം. ഇത് UDFന്റെ ആധിപത്യം കാണിക്കുന്നു. എന്നാൽ 2021-ലെ തിരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. BJP 35.34% വോട്ടുകളോടെ ശക്തമായ മുന്നേറ്റം നടത്തി. UDFന്റെ ഭൂരിപക്ഷം വെറും 2.71%-മായി ചുരുങ്ങി. ഇത് ഒരു ചരിത്ര നിമിഷമായിരുന്നു. പിന്നീട് 2024-ൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 44.27% വോട്ടുകളോടെ 13.64% ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ട് UDF ആ ആധിപത്യം തിരിച്ചുപിടിച്ചു. 2026-ലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. UDFനായി ജനപ്രിയ ചലച്ചിത്ര താരവും അവതാരകനുമായ രമേശ് പിഷാരടിയാണ് മത്സരരംഗത്തുള്ളത്. അദ്ദേഹത്തിന്റെ താരപരിവേഷം യുവാക്കളെയും നഗര വോട്ടർമാരെയും ആകർഷിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. 2024-ലെ ഉപതിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേഗം ഉപയോഗിക്കാനാണ് UDF ഈ തന്ത്രം സ്വീകരിച്ചിരിക്കുന്നത്. NDAക്കായി മുതിർന്ന BJP നേതാവ് ശോഭാ സുരേന്ദ്രനാണ് വീണ്ടും ജനവിധി തേടുന്നത്. 2016, 2021, 2024 എന്നീ 3 തിരഞ്ഞെടുപ്പുകളിൽ ഇവിടെ നിന്ന് രണ്ടാം സ്ഥാനത്ത് നിന്ന അവരുടെ രാഷ്ട്രീയ അനുഭവസമ്പത്തും സംഘടനാ മികവും BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. LDF ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ NMR റസാഖിനെ പിന്തുണയ്ക്കുന്നു. ഇടതുപക്ഷ വോട്ടുകൾ ഏകോപിപ്പിക്കാനാണ് ഈ തന്ത്രം. പാലക്കാട്ടെ വോട്ടിംഗ് രീതികൾ വളരെ സങ്കീർണമാണ്. 2024-ലെ ഉപതിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ വ്യക്തമാക്കുന്നു. പാലക്കാട് നഗരസഭ പ്രദേശത്ത് UDF 31,787 വോട്ടുകൾ നേടി. BJP 27,197 വോട്ടുകൾ നേടി. ഗ്രാമീണ മേഖലകളിൽ, പ്രത്യേകിച്ച് പിരായിരി ഗ്രാമപഞ്ചായത്തിൽ, UDF 13,464 വോട്ടുകളോടെ മുന്നിലാണ്. ക്രിസ്ത്യൻ വോട്ടർമാർ പരമ്പരാഗതമായി കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു. മുസ്ലിം വോട്ടുകൾ UDFനും LDFനും ഇടയിൽ വിഭജിക്കപ്പെടുന്നു. ഹിന്ദു വോട്ടുകളിൽ ഇപ്പോൾ BJPക്ക് ഗണ്യമായ പിന്തുണ ലഭിക്കുന്നുണ്ട്. LDF സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളോടുള്ള സ്ത്രീ വോട്ടർമാരുടെ പ്രതികരണം ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും. പാലക്കാടിന്റെ സമ്പദ്വ്യവസ്ഥ പ്രധാനമായും കൃഷിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ജില്ലയുടെ 44% ഭൂമിയും കൃഷിക്ക് ഉപയോഗിക്കുന്നു. കുരുമുളക്, റബ്ബർ, തേങ്ങ, പച്ചക്കറി എന്നിവ പ്രധാന കൃഷിയിടങ്ങളാണ്. അന്താരാഷ്ട്ര വിപണിയിലെ വിലത്തകർച്ച കർഷകരെ കടുത്ത ദുരിതത്തിലാക്കുന്നു. ഇത് ഒരു പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമാണ്. അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് ജോലി ലഭിക്കാതെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറേണ്ടി വരുന്ന സ്ഥിതി തുടരുന്നു. ഇത് ഒരു വലിയ സാമൂഹിക പ്രശ്നമാണ്. ഗ്രാമീണ മേഖലകളിൽ റോഡ്, ആശുപത്രി, ജലസേചന സൗകര്യങ്ങളുടെ അഭാവം ജനങ്ങളെ അലട്ടുന്നു. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വിതരണം വൈകുന്നത് ഭരണവിരുദ്ധ വികാരം ശക്തിപ്പെടുത്തുന്നു. 2026-ലെ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും 4 വിഷയങ്ങളാണ് ചർച്ചയാകുന്നത്. ഒന്നാമതായി, സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും. കേരളം ഗുരുതരമായ കടബാധ്യതയിൽ ആണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത് ഒരു ശക്തമായ ഭരണവിരുദ്ധ ആഖ്യാനം ഉണ്ടാക്കുന്നു.
രണ്ടാമതായി IDP, IBJP തുടങ്ങിയ ഗ്രൂപ്പുകളുടെ ഇടപെടൽ കൊണ്ട് ശക്തിപ്പെടുന്ന സാമുദായിക ധ്രുവീകരണം. മൂന്നാമതായി ഒരു വശത്ത് ക്ഷേമ പദ്ധതികൾ, മറുവശത്ത് ഭരണവൈഫല്യം, ഈ രണ്ടും തമ്മിലുള്ള ഏറ്റുമുട്ട്. അവസാനമായി ദേശീയ രാഷ്ട്രീയം സംസ്ഥാന തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുന്നു എന്നത്. കേരള വോട്ടർമാർ ദേശീയ, സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്ത രീതിയിൽ വോട്ട് ചെയ്യുന്ന പ്രവണത ഇവിടെ നിർണായകമാകും. വോട്ടുകളുടെ ശതമാനക്കണക്കുകൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായ ചില മാറ്റങ്ങൾ കാണാം. UDFന്റെ വോട്ട് വിഹിതം 38% മുതൽ 44% വരെ സ്ഥിരമായി നിൽക്കുന്നു. 2011-ൽ 42.41%, 2016-ൽ 41.77%, 2021-ൽ 38.06%, 2024-ൽ 44.27%. ഇത് അവരുടെ ശക്തമായ അടിത്തറ കാണിക്കുന്നു. LDFന്റെ വോട്ട് വിഹിതം 2011 മുതൽ 2024 വരെ 29% ഇടിഞ്ഞു. 35.82%-ൽ നിന്ന് 25.44%-ലേക്ക് ഇടിഞ്ഞ ഈ കണക്ക് ഇടതുപക്ഷത്തിന് ആശങ്കാജനകമാണ്. BJPയുടെ വോട്ട് വിഹിതം 2011 മുതൽ 2021 വരെ 78% വർദ്ധിച്ചു. 19.86%-ൽ നിന്ന് 35.34%-ലേക്കുള്ള ഈ കുതിച്ചുചാട്ടം BJPയുടെ ശക്തി വ്യക്തമാക്കുന്നു. ഈ കണക്കുകൾ കാണിക്കുന്നത് പാലക്കാട് ഇനി ഒരു ത്രികോണ മത്സരഭൂമിയാണ് എന്നാണ്. വിജയസാധ്യതകൾ വിലയിരുത്തുമ്പോൾ UDFന് 45 മുതൽ 50% വരെ വിജയസാധ്യതയുണ്ട്. 2024-ലെ ഉപതിരഞ്ഞെടുപ്പ് വിജയം, രമേശ് പിഷാരടിയുടെ ജനപ്രീതി, സ്ഥിരമായ കോർ വോട്ടർ ബേസ്, ഇവയൊക്കെ ഈ ആകലനത്തിന് ആധാരമാണ്. NDAക്ക് 30 മുതൽ 35% വരെ സാധ്യതയുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ അനുഭവം, BJPയുടെ ഉറച്ച കേഡർ, ഭരണവിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിക്കാനുള്ള ശേഷി, ഇവ BJPക്ക് ഗുണകരമാണ്. LDFന്റെ സാധ്യത 15 മുതൽ 20% വരെ മാത്രമാണ്. ഇനി ഏതൊക്കെ ഘടകങ്ങൾ ഫലം മാറ്റിമറിക്കാം? സാമുദായിക ധ്രുവീകരണം ശക്തിപ്പെട്ടാൽ BJPക്ക് ഗുണം. ഉയർന്ന പോളിംഗ് ശതമാനം UDFന് ഗുണകരം. ദേശീയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഫലം മാറ്റിമറിക്കാം. ചുരുക്കത്തിൽ 2026-ലെ പാലക്കാട് തിരഞ്ഞെടുപ്പ് ഒരു ചരിത്ര നിമിഷമാകും. ഈ വിശകലനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇവയാണ്. 1. UDF 45 മുതൽ 50% സാധ്യതയോടെ ഏറ്റവും ശക്തമായ സ്ഥാനത്ത് നിൽക്കുന്നു. 2. BJP 30 മുതൽ 35% സാധ്യതയോടെ ഒരു ഗൗരവമേറിയ വെല്ലുവിളി ഉയർത്തുന്നു. 3. LDF 15 മുതൽ 20% സാധ്യതയോടെ ഏറ്റവും കഠിനമായ ചോദ്യങ്ങൾ നേരിടുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം 3 മുതൽ 8% വരെ ആകാൻ സാധ്യതയുണ്ട്. ഇത് ഒരു ഉദ്വേഗജനകമായ മത്സരം ആകുമെന്ന് ഉറപ്പ്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഈ പോരാട്ടം ഏപ്രിൽ 2026-ൽ ഉദ്ഘോഷിക്കപ്പെടും. ഈ അവതരണം ശ്രദ്ധയോടെ കണ്ടതിനും കേട്ടതിനും നന്ദി.